ഒരു എമണ്ടൻ JCB ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ചേറ്റുവ ബ്രിഡ്ജ്. ഈ ചേറ്റുവ ബ്രിഡ്ജിൻ്റെ പണി ഇവിടെ ഒന്നും ആയിട്ടില്ല എന്നുള്ളത്. ഇവിടെ കാഴ്ചയിൽ കാണുമ്പോൾ വലിയൊരു ബ്രിഡ്ജിൻ്റെ പണി ഏകദേശമൊക്കെ ആയിന്ന് തോന്നും. പക്ഷേ ഇവിടെ 2 പില്ലർ കണക്റ്റായിട്ട് ബ്രിഡ്ജ് പണിതിട്ടുണ്ട്. അതായത് ഫസ്റ്റ് പില്ലറും അതേമാതിരി സെക്കൻഡ് പില്ലറിലേക്കുള്ള ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു പണി ഇവിടെ കഴിഞ്ഞിട്ടില്ല. കണ്ടാ, ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ്ട് വിട്ട് കഴിഞ്ഞാൽ പില്ലറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ബ്രിഡ്ജിൻ്റെ പണി ഒന്നും ആയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേറ്റുവ ബ്രിഡ്ജിൻ്റെ പണി 4-1 പോലും ആയിട്ടില്ല എന്ന് വേണമെച്ചാൽ പറയേണ്ടി വരും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളുടെ വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ NH66 പണികളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ലാസ്റ്റ് പില്ലറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇവിടെ സ്റ്റീലിൻ്റെ പണിയാണ് ചെയ്തിരുന്നത്, വാർപ്പല്ല, സ്റ്റീലിൻ്റെ ആണ് ബ്രിഡ്ജ് പണിതുകൊണ്ടിരിക്കുന്നത്. പില്ലർ വാർപ്പും പിന്നെ സ്റ്റീലിൻ്റെ ബ്രിഡ്ജും. അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ പണി ലാസ്റ്റ് പില്ലറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സെൻറ്ററിൽ ഒരു 3 പില്ലർ കണക്ട് ചെയ്തിട്ട് ബ്രിഡ്ജ് പണിയുന്നുണ്ട്. അത് ഇതുവരെ ആയിട്ടില്ല. അതായത് ഒരു പകുതിയിൽ താഴെ എവിടെ പണി കഴിഞ്ഞിട്ടുള്ളൂ എന്നർത്ഥം. പിന്നെ ചേറ്റുവ ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ പണിയൊക്കെ ഒരു ഏകദേശമൊക്കെ ഒരു 90% കഴിഞ്ഞേക്കണം. അതായത് 6 ലൈനും റോഡിൻ്റെ പണികൾ കഴിഞ്ഞേക്കണം. ഇനി ആകെ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ലൈൻ ഇടേണ്ടതും അതേമാതിരി ചുമരുകളിൽ ചെറിയൊരു ഭിത്തിമാരി കെട്ടിയേക്കണത് അതുമേലൊക്കെ പെയിൻ്റ് അടിക്കുക, അല്ല വെച്ചെങ്കിൽ ഇലക്ട്രിക് കണക്ഷൻ്റെ വർക്കൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ സർവീസ് റോട്ടിൽ കൂടെ മാത്രമേ നമ്മളെ വിടുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്തൊരു ബ്രിഡ്ജ് കിട്ടുന്നുണ്ട്. അതായത് ചേറ്റുവ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ബ്രിഡ്ജാണ് ഈ കാണുന്നത്. അതിൻ്റെ ഈ അപ്രോച്ച് റോഡിൻ്റെ പണിയൊന്നും ആയിട്ടില്ല. ഇതൊരു 5-8 മാസം മുന്നേ ഇങ്ങനെ കിടക്കുന്നതാണ്. അതായത് മഴക്കാലത്തിന് മുന്നേ കിടക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്പോൾ പണി കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ഈ ഒരു ബ്രിഡ്ജ് ഓവർ ബ്രിഡ്ജാണ്. ഈ ഓവർ ബ്രിഡ്ജിൻ്റെ പണി തീരെ നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇഞ്ചിക്ക് നീങ്ങുന്നില്ല. അത് അങ്ങനെയൊക്കെ എടുക്കുകയാണ്. ഈ ഓവർ ബ്രിഡ്ജ് നിൽക്കുന്നത് ആങ്ങണ്ടിയൂർ എന്ന സ്ഥലത്താണ്. അതായത് ആങ്ങണ്ടിയൂരിലെ ഫസ്റ്റ് ഓവർ ബ്രിഡ്ജാണ്. ഈ ഓവർ ബ്രിഡ്ജിന് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ അപ്രോച്ച് റോഡിൻ്റെ പണി വളരെ സ്ലോയിലാണ് നടക്കുന്നത്. കണ്ട, ഒരു പകുതിയിലെ താഴ്ത്തിക്കാണ് എത്തിയിട്ടുള്ളൂ എന്ന് വേണമെച്ചാൽ പറയാം. ഇതിപ്പോൾ പെയിൻ്റൊക്കെ അടിക്കൽ കഴിഞ്ഞിട്ട് കാലം കുറയും. അതുകൊണ്ട് തന്നെ മഴയൊക്കെ പെയ്തപ്പോൾ അതൊക്കെ ഒന്ന് രണ്ടാമതും പെയിൻ്റ് അടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അപ്രോച്ച് റോഡും ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ഒരു 3/4 ഒക്കെ എത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് കുറേ കൂടി ഹൈറ്റൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത്തായിയാണ്. ഏത്തായിൽ പാലല്ല, അതിൻ്റെ അപ്രോച്ച് റോഡ് ലാസ്റ്റ് വരുന്നത് ഏത്തായിലേക്കാണ് എത്തുക. ഏത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചന്തപ്പടിയിലേക്കുള്ള ബ്രിഡ്ജാണ് അടുത്തത് വരുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡ് ഇങ്ങനെ ഹൈറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതും ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു പകുതിയുടെ താഴെ തന്നെ എത്തിയിട്ടുള്ളൂ. കാരണം വെച്ചെങ്കിൽ അവിടെയൊക്കെ മണ്ണ് ഇട്ട് ഉയർത്തിയിട്ടുണ്ട് വെച്ചാൽ പോലും അതിൻ്റെ സൈഡിലെ ഇതൊന്നും വെച്ചിട്ടില്ല. അതിൻ്റെയും ഈ പറഞ്ഞ മാതിരി ബ്രിഡ്ജിന്മേൽ പെയിൻ്റൊക്കെ അടിച്ച് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ ഈ അപ്രോച്ച് റോഡിൻ്റെ അവിടെയൊക്കെ കാര്യമായിട്ട് മണ്ണടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിരലാണ് അടിക്കാറ് പൊതുവെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഏരിയയിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ, ഈ പൂഴിയാണ് അടിച്ചേക്കുന്നത്. അതും പൂഴി എന്ന് പറഞ്ഞാൽ കടൽ പൂഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചെങ്കിൽ അതിൽ ഇത്തളും കക്കയൊക്കെ കിടക്കുന്നുണ്ട്. ആ അപ്രോച്ച് റോഡ് കഴിഞ്ഞാൽ കുറേ നല്ല റോഡുകളാണ്, പണി കഴിഞ്ഞ ഭാഗങ്ങളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഒരു അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ് കാണുന്നത്. അതെവിടെയാണ് വെച്ചെങ്കിൽ നമ്മൾ വാടനപ്പള്ളിയിലേക്ക് കയറാൻ പോവുകയാണ്. അതായത് വാടനപ്പള്ളി എത്തുന്നതിനാട്ടി മുന്നുള്ള ബൈപ്പാസാണ് ഈ കാണാൻ പോകുന്നത്. ആ ബൈപ്പാസിലേക്കുള്ള അപ്രോച്ച് റോഡാണ് ഈ പണിതുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയും ഒരു പകുതിയിലേറെ പണി കഴിഞ്ഞെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ഇനിയും പൊക്കാനുണ്ട്, ഉയരം ആയിട്ടില്ല. ഇതാണ് ബൈപ്പാസിൻ്റെ ബ്രിഡ്ജ്. ആ ബൈപ്പാസിൻ്റെ ബ്രിഡ്ജും പെയിൻ്റൊക്കെ അടിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വാടനപ്പള്ളിക്കാണ് പോകുന്നത്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ ബൈപ്പാസ് അങ്ങനെ എത്തും. പക്ഷേ നമുക്ക് അതിൽ കൂടെ പോകാൻ പറ്റില്ല, അതവിടെ സമ്മതിച്ചിട്ടില്ല. പിന്നെ ആ റോഡിൻ്റെ പണിയും ഒരു പകുതിയിലേറെയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. മെയിനായിട്ട് ബ്രിഡ്ജിൻ്റെ പണിയാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ വാടനപ്പള്ളി ടൗൺ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് NH66, അതായത് ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബ്രിഡ്ജിൻ്റെ ഓവർ ബ്രിഡ്ജിൻ്റെ ഇടയ്ക്ക് വന്നേക്കാണ്. കണ്ട, ഈ ഓവർ ബ്രിഡ്ജിൻ്റെയും പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞേക്കാണ്. കണ്ട, വളരെ മനോഹരമായിട്ട് നീല പെയിൻ്റൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കൂടെ ഈ രണ്ടാമതും NH66 പുതിയ പണി നടക്കണതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബൈപ്പാസിൻ്റെ ഈ ഒരു അപ്രോച്ച് റോഡ് ഉണ്ടല്ലോ, അതിൻ്റെ പണി ഒന്നും ആയിട്ടില്ല. ആകെ കുറച്ച് പൂഴി അടിച്ചിട്ടുണ്ട്. മറ്റുള്ള ഓവർ ബ്രിഡ്ജിൻ്റെയൊക്കെ കുറച്ചുകൂടിയും ഹൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹൈറ്റും ആയിട്ടില്ല, ആകെ കുറച്ച് പൂഴിയാണ് ഇവിടെ അടിച്ച് കാണാനുള്ളത്. ഈ കാണുന്ന അപ്രോച്ച് റോഡ് പിന്നെ നേരെ കണക്ട് ചെയ്യുന്നത് മറ്റൊരു ബ്രിഡ്ജിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്രോച്ച് റോഡിൻ്റെ നിലത്തേക്ക് എത്തുന്നില്ല, സാധാരണ റോഡിലേക്ക് എത്തുന്നില്ല. അതേ ഹൈറ്റിലേക്ക് തന്നെ ഒരുവിധം ഹൈറ്റിലേക്ക് അങ്ങനെ പൊക്കിയിട്ട് മറ്റൊരു ബ്രിഡ്ജിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. കണ്ട, അത്രയും ഹൈറ്റ് ഉണ്ട്.
ഇതാണ് തളിക്കുളം ഓവർബ്രിഡ്ജ്. ഈ തളിക്കുളം ഓവർബ്രിഡ്ജിൻ്റെയും പണി ഒരു 90% കഴിഞ്ഞെന്ന് വേണമെച്ചാൽ പറയാം. കാരണം അതൊക്കെ അപ്രോച്ച് റോഡൊക്കെ ഒരുവിധമൊക്കെ ഹൈറ്റ് ആയേക്കണ്. അതേമാതിരി ബ്രിഡ്ജിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പെയിൻ്റൊക്കെ അടിച്ച് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തളിക്കുളം എന്ന് പറയുന്ന ഈ ഒരു ഓവർബ്രിഡ്ജിൻ്റെ പണികൾ ഒരു 90% അല്ലെങ്കിൽ 90% കഴിഞ്ഞേക്കണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം റോഡ് പണി ഫുള്ളായിട്ട് കഴിഞ്ഞതാണ്. അതായത് ഫുള്ളായിട്ടല്ല, ഒരു 60-70% കഴിഞ്ഞേക്കാണ്. റോഡൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്, 6 ലൈനും. പിന്നെ കുറേ ഭാഗത്തേക്ക് ഈ ബ്രിഡ്ജിൻ്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിട്ടിട്ട് പണി ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട് വെച്ചാൽ പോലും നമുക്കത് പെട്ടെന്ന് ചെയ്യാവുന്ന പണികളുള്ളൂ. മാക്സിമം 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് പണികൾ കഴിക്കാവുന്ന ഒരു ഏരിയയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തൃപ്രയാർ എത്താൻ പോവുകയാണ്. അപ്പോൾ തൃപ്രയാർ എത്താനായിട്ട് മുന്നേ ബൈപ്പാസ് വരും. പക്ഷേ ആ ബൈപ്പാസിന് മുന്നേ ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ടോൾ പ്ലാസ. അതായത് തൃശ്ശൂർ ജില്ലയിലെ ടോൾ പ്ലാസയാണ് ആ കാണുന്നത്. എല്ലാ ജില്ലയിലും ഓരോ ടോൾ പ്ലാസയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് തളിക്കുളമാണ്. അതായത് തൃപ്രയാർ എത്തുന്നതിനായിട്ട് മുന്നേ, തൃപ്രയാർ ബൈപ്പാസ് എത്തുന്നതിനായിട്ട് മുന്നേ ഈ കാണുന്നതാണ് തൃശ്ശൂർ ജില്ലയിലെ ടോൾ പ്ലാസ. അതിൻ്റെ കുറച്ചുകൂടിയും ഭാഗങ്ങൾ പണി ചെയ്യാണ്ട് ഈ ഒരു സൈഡ് കൂടി ഇനിയും ചെയ്യാനുണ്ട്. അത് പകുതിയാക്കി വെച്ചേക്കാണ്. ടോൾ പ്ലാസ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദൂരം അങ്ങണ്ട്, അതായത് ബൈപ്പാസ് എത്തുന്ന വരെ 6 ലൈൻ റോഡും തുറന്നു കൊടുത്തേക്കാണ് വാഹനങ്ങൾക്കായിട്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോണ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പണി അത്രയധികം കഴിയാത്തൊരു ഏരിയയിലൊന്നും ഇതേ സ്പീഡിൽ പോകാൻ പാടില്ല. പക്ഷേ ഈ ഒരു ഏരിയയിൽ വണ്ടി കത്തിച്ച് പോണ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ നമ്മൾ ഈ റോഡിന് അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ തൃപ്രയാർ ബൈപ്പാസാണ്. നമ്മൾ അങ്ങനെ നേരെ പോകാണ്ട് ഇപ്പോൾ നമുക്ക് തൃപ്രയാർ ടൗണിലേക്കാണ് ഇപ്പോൾ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ വേറെ ഇത് കാണുന്ന വെച്ചെങ്കിൽ ഈ ബൈപ്പാസിന് ഇവിടെ ബ്രിഡ്ജ് ഇല്ല എന്നുള്ളതാണ്. പൊതുവേ ബൈപ്പാസ് പണിയുമ്പോൾ 2 സൈഡിലും ബ്രിഡ്ജ് പണിയാറുള്ളതാണ്. ഇവിടെ ബൈപ്പാസിന് ഈ ബ്രിഡ്ജ് ഇല്ല ഇവിടെ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ നമ്മൾ ഇനി നേരെ തൃപ്രയാർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ തൃപ്രയാർ ടൗണൊന്നും കാണിക്കുന്നില്ല. ഇനി നമ്മൾ രണ്ടാമതും ബൈപ്പാസിലേക്ക് കയറുകയാണ്. അതായത് NH 66 കയറുകയാണ്. അങ്ങനെ കയറാൻ പോകുന്ന സ്ഥലത്ത് ഇവിടെ ബ്രിഡ്ജ് പണിതിട്ടുണ്ട്. പക്ഷേ ഈ ബൈപ്പാസ് കയറുന്നിടത്ത് ബ്രിഡ്ജ് ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ബ്രിഡ്ജിൻ്റെയും പണി 90% കഴിഞ്ഞേക്കുന്നു. 90 അല്ല, ഒരു 80-90% കഴിഞ്ഞേക്കുന്നു. പക്ഷേ അതിന് പെയിൻ്റ് അടിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണി എന്തായെന്ന് നോക്കാം നമുക്ക്. പക്ഷേ ഇതിൽ കൂടെയൊക്കെ സർവീസ് റോഡിൽ കൂടെ തന്നെയാണ് നമ്മളെ വാഹനങ്ങൾ വിടുന്നുള്ളൂ. കണ്ട, ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണിയൊക്കെ ഒരു 90% കഴിഞ്ഞേക്കണ്. നല്ല ഹൈറ്റ് ആയേക്കണ്. അത് നല്ല രീതിയിൽ തന്നെ ഇവിടെ വർക്ക് ഇപ്പം ഒന്നും നടക്കുന്നില്ല. കാരണം ജൂണ് മഴയായ കാരണമാണോ എന്ന് സംശയിക്കുന്നുണ്ട് ഞാൻ. ഒരു സ്ഥലത്തും വർക്ക് ഒന്നുമില്ല. വർക്ക് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ 3-4 ആൾക്കാരെ കാണാം, അല്ലാച്ച 1-2 JCB അല്ലാച്ച ലോറികളൊക്കെ കാണാമെന്നല്ലാണ്ട് കാര്യമായിട്ടൊരു വർക്കും സ്പീഡൊന്നും ഇപ്പോൾ എവിടെയും കാണുന്നില്ല. ഈ ഒരു റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ലൈൻ്റെയും പണി കഴിഞ്ഞെന്ന് മാത്രമല്ല, ഇവരൊക്കെ ഇലക്ട്രിക് പോസ്റ്റുകളും അതായത് ഇലക്ട്രിക് ലൈറ്റുകളുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. പക്ഷേ ലൈൻ ഇടൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതേമാതിരി ഇതുമേലൊന്നും പെയിൻ്റ് അടിച്ചിട്ട് കാണില്ല. പക്ഷേ ഇലക്ട്രിക് പോസ്റ്റിൻ്റെയും മറ്റുള്ള പണികളൊക്കെ കഴിഞ്ഞ്, അതായത് ഒരു 90% പണികൾ കഴിഞ്ഞ് തന്നെ വേണമെച്ചാൽ പറയാം. നമ്മൾ ഇടമുട്ടം എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിൽ എത്തിയേക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഓവർബ്രിഡ്ജ് വരേണ്ടതാണ്. പക്ഷേ ഇവിടെ ഓവർബ്രിഡ്ജ് കാണുന്നില്ല. പക്ഷേ ഓവർബ്രിഡ്ജ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇവിടെ ഒരു പണിയും ചെയ്തിട്ടില്ല, റോഡും നന്നാക്കിയിട്ടില്ല. അത് ഓവർബ്രിഡ്ജ് പണിയാൻ്റെ ഒരു സിസ്റ്റം ഒന്നും കാണുന്നില്ല. കാരണം വെച്ചെങ്കിൽ ഇവിടെ നിന്നാണ് നമുക്ക് ഇരിങ്ങാലക്കുടയ്ക്കൊക്കെ തിരിയാനുള്ള റോഡ് കാണുന്നുള്ളത്. അതേമാതിരി ഇങ്ങോട്ട് പടിഞ്ഞാട്ട് അറേബ്യൻ സീലേക്ക് അല്ലെങ്കിൽ അറബിക്കടലിലേക്ക് പോകാനുള്ള വഴിയൊക്കെ, ബീച്ചിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഈ പറഞ്ഞ മാതിരി അപ്രോച്ച് റോഡിന് കുറച്ച് സ്ഥലം ഇങ്ങനെ തൂർത്തിട്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മണ്ണടിച്ചിട്ടുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇടമുട്ടത്ത് അവിടെ ഒരു ഓവർബ്രിഡ്ജ് വരാൻ സാധ്യത ഒരു 90% കാണുന്നുണ്ട്. പക്ഷേ എന്തോ കാരണത്താൽ ആ ഒരു പണി അവിടെ ബ്ലോക്കായി കിടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു അപ്രോച്ച് റോഡാണ് കാണുന്നത്. ആ അപ്രോച്ച് റോഡിൻ്റെ പണികൾ അങ്ങനെ കുറച്ചുകൂടി നല്ല രീതിയിൽ പോകുന്നുണ്ട്. കാരണം ഇത് കുറേ കൂടി ഹൈറ്റ്സിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കാണുന്ന ഓവർബ്രിഡ്ജാണിത്. ഈ ഓവർബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞേക്കണ്. പിന്നെ ഈ ഓവർബ്രിഡ്ജ് അങ്ങനെ നേരെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് നമ്മളിങ്ങനെ റൈറ്റ് തിരിഞ്ഞ് പോകണം. ഇനി കുറേ നേരത്തിന് നമുക്ക് ഈ NH 66 പണികൾ കാണില്ല. ഇനി നമ്മൾ പഴയ റോട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെയും രണ്ടാമതും ഹൈവേയിലേക്ക് തന്നെ എത്തിയേക്കാണ് പണി നടക്കുന്നത്. പക്ഷേ ഇവിടെയൊന്നും ഈ റോഡിൻ്റെ പണിയൊന്നും ആയിട്ടില്ല. കണ്ട, ഈ സൈഡിലൊക്കെ അങ്ങനെ കിടക്കുകയാണ്. കുറച്ച് അപ്രോച്ച് റോഡുമാതിരി സൈഡൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ 4 ലൈൻ്റെയും ഒരു പണിയും കാര്യമായിട്ട് നടന്നിട്ടില്ല എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. കാരണം കണ്ട, അവിടെ മതിൽ കെട്ടുന്നുണ്ട് മണ്ണിട്ട് ഉയർത്താനൊക്കെ ആയിട്ട്. അല്ലാതെ അവിടെ ഒരു കാര്യമായിട്ട് പണി കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ നമ്മളങ്ങനെ ആ റോഡിലേക്ക് കണക്റ്റായിട്ട് വന്നിരിക്കുകയാണ്.
ഇനി ഇവിടെ നിന്നാണ്ട് കുറേ ദൂരം നമുക്ക് റോഡുകൾ ഉണ്ടെന്നല്ലാതെ ഓവർ ബ്രിഡ്ജുകൾ അങ്ങനെയുള്ള ബ്രിഡ്ജിൻ്റെ പണികളൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ സൈഡിൽ കെട്ടി ഉയർത്തേണ്ട കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഏരിയ കൂടി നമ്മൾ പോകുന്നത്. അതായത് റോഡിൻ്റെ പണികളൊക്കെ ഒരു 90% കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ഭാഗങ്ങൾ ഉയർത്തി ടാറൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ സ്ഥലത്തൊക്കെ ഈ റോഡ് പണിക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും ഒക്കെ കൊണ്ടിട്ടിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാവുന്ന പണികളാണ്. ഒരാഴ്ച 2 ആഴ്ച കൊണ്ടൊക്കെ തീർക്കാവുന്ന പണികളെ ഇനി ബാലൻസ് ഉള്ളൂ. കുറേ ഭാഗങ്ങൾ, അതായത് 3 പീടിക, പെരിഞ്ഞനം, മതിലകം, ഈ ഭാഗ സ്ഥലത്ത് കൂടിയൊന്നും അതിൻ്റെ ടൗണിൽ കൂടി അല്ല NH 66 പുതിയ റോഡ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. ആ ഭാഗങ്ങൾ ഞാൻ കാണിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ വാഹനം പോണ സൈഡും ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടുള്ള ഈ ടൗൺ ഏരിയ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. മതിലകം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമതും നമ്മൾ NHലേക്ക് എത്തും. അപ്പോൾ അവിടെ കാണുന്ന ഒരു ഓവർ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. കണ്ട ഈ ഓവർ ബ്രിഡ്ജിൻ്റെയും പണി ഒരു പകുതി മുക്കാലും കഴിഞ്ഞേക്കണം. പക്ഷേ അപ്രോച്ച് റോഡിൻ്റെ പണികളൊന്നും ആയിട്ടില്ല. അത് പകുതിയിലും താഴ്ത്താണ് എടുക്കുന്നത്. പിന്നെ അതിന് കുറച്ചുകൂടി ഉണ്ട് വിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹൈറ്റൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അപ്രോച്ച് റോഡിൻ്റെ, അതായത് ഓവർ ബ്രിഡ്ജിൻ്റെ 2 സൈഡിലുള്ള ആ ഭാഗങ്ങളിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടില്ല. പക്ഷേ മറ്റുള്ള ഭാഗങ്ങൾ കുറച്ചുകൂടി ഹൈറ്റ് ആയിട്ടുണ്ട് എന്ന് വേണമെച്ചാൽ പറയാം. നമ്മൾ NH 66 ഇറങ്ങിയിട്ട് എസ്എംപൂരൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമതും NH 66ലേക്ക് കയറുകയാണ്. ആ ഒരു ബൈപ്പാസിൻ്റെ ബ്രിഡ്ജിൻ്റെ താഴ്ത്തേക്കാണ് നമ്മൾ എത്തിയേക്കുന്നത്. ആ ബ്രിഡ്ജ് വലിയൊരു ബ്രിഡ്ജാണ് കേട്ടോ. ആ ബ്രിഡ്ജിൻ്റെ പണി ഏകദേശം ഒരു 90% കഴിഞ്ഞെന്ന് പറയാം. അത്രയും നീളം കൂടിയിട്ടുള്ള ഒരു ഓവർ ബ്രിഡ്ജാണിത്. ഇവിടുത്തെ സർവീസ് റോഡൊക്കെ വളരെ മോശമാണ് കേട്ടോ. ആകെ പൊടിയും ആകെ കച്ചറയായിട്ട് കിടക്കുന്ന ഒരു സർവീസ് റോഡാണ്. എന്നാലും കുഴപ്പമില്ല, വേറെ വഴിയില്ലല്ലോ ഇതിൽ കൂടി അല്ലാണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇവിടുത്തെ അപ്രോച്ച് റോഡിൻ്റെ പണിയും ഈ 90% കഴിഞ്ഞേക്കണ്. എല്ലാം ഫുൾ ഹൈറ്റ്സിലായേക്കണ്. ഇനി അതിൻ്റെ മേലെ ടാർ ചെയ്യുക അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ മാത്രമേ ബാക്കി ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അതിൻ്റെ മുകളിൽ കയറിയൊക്കെയല്ലാണ് അറിയാൻ പറ്റുള്ളൂ ശരിക്ക്. പിന്നെ ഇവിടെ നിന്ന് കുറേ ദൂരം അങ്ങോട്ട് ഇതേമാതിരി ഈ റോഡിൻ്റെ സൈഡ് ഹൈറ്റിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കുകയാണ്. കാരണം വെച്ചെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വലിയൊരു പുഴ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുഴ അല്ല കായലാന്ന് തോന്നുന്നു. കായലിലെ പുഴ, അതിൽ വെള്ളം നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതന്നെ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ റോഡ് ചളി കുത്താനല്ല വെള്ളം കയറാനൊക്കെ സാധ്യത ഉണ്ട്. അത് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. കുറേ ദൂരത്തോളം, അതായത് എനിക്ക് തോന്നുന്നു ഒരു 1 കിലോമീറ്ററിലും ദൂരെ ഒരേ ഹൈറ്റ്സിൽ റോഡ് ഉയർത്തിലാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് കണ്ടോ, ശരിക്കും പറഞ്ഞാൽ സിമെൻറ്റ് ഇട്ടിട്ട് വലിയ മതിൽ കെട്ടിയിട്ട് അതിൽ മണ്ണിട്ട് നിറച്ചിട്ടാണ് അത്രയും ഹൈറ്റ്സിൽ കൂടെ ഈ റോഡ് പോയിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടമാനം ദൂരമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അപ്രോച്ച് റോഡ് എത്തുന്നത് മറ്റൊരു ഓവർ ബ്രിഡ്ജിലാണ്. ആ ഓവർ ബ്രിഡ്ജിൻ്റെയും പണിയൊക്കെ ഒരു 90% കഴിഞ്ഞേക്കണ്. പെയിൻ്റ് അടിക്കലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ആ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞാലുള്ള അപ്രോച്ച് റോഡിൻ്റെ പണിയൊന്നും ആയിട്ടില്ല കേട്ടോ. കണ്ട തീരെ ഹൈറ്റ്സിലും ആയിട്ടില്ല, മണ്ണിട്ടിട്ടുമില്ല. എന്ന് വെച്ചെങ്കിൽ ഒരു 25% താഴെ ആയിട്ടുള്ളൂ. കാരണം വെച്ചാൽ അത് ഒരുപാട് പണി ബാലൻസ് ഉണ്ട്. ഈ പറഞ്ഞമാതിരി ഇവിടെ പൂഴി അടിച്ചിട്ടില്ല, ചരലും അടിച്ചിട്ടില്ല, ഒന്നും അടിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു അപ്രോച്ച് റോഡ് കയറി വരുന്നുണ്ട്. കണ്ട ആ അപ്രോച്ച് റോഡിൻ്റെ പണി ഏകദേശം ഒരു പകുതിയിലും മേലെ ആയിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റ്സിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ആ കാണുന്ന ഓവർ ബ്രിഡ്ജാണ്. ഈ ഓവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ കൊടുങ്ങല്ലൂർ എത്താറായി. കൊടുങ്ങല്ലൂർ എത്തുമ്പോൾ ആദ്യം കാണുന്ന ഓവർ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഈ ഓവർ ബ്രിഡ്ജിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അതൊരു ചെറിയൊരു ഓവർ ബ്രിഡ്ജാണ്. പക്ഷേ കൊടുങ്ങല്ലൂർ ഒരുപാട് വലിയ ബ്രിഡ്ജുകളുണ്ട്. അതിനെ സംബന്ധിച്ച് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് വളരെ ചെറിയൊരു ഓവർ ബ്രിഡ്ജാണെന്ന് പറയാം. ഈ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റോഡ് മൊത്തം ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും വലിയ കുഴപ്പമില്ല. ഈ ഒരു ഏരിയയിൽ കുറച്ച് റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത് കുറച്ചൊരു ദൂരം നമ്മൾ പണി കഴിഞ്ഞ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ കൊടുങ്ങല്ലൂർ ബൈപ്പാസിലേക്ക് കയറാൻ പോവുകയാണ്. കൊടുങ്ങല്ലൂർ ബൈപ്പാസ് കുറേ മുന്നേ തന്നെ ഉള്ളതാണ്. പക്ഷേ ഈ ബൈപ്പാസിൻ്റെ മുകളിൽ കൂടെ വലിയ നീളത്തിൽ കുറേ ഏരിയയിൽ ബ്രിഡ്ജ് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ കാണുന്നത്. ഈ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ ഈ ഒരു സൈഡ് അപ്രോച്ച് റോഡ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നീളത്തിൽ കിടക്കണ ഒരു ഓവർ ബ്രിഡ്ജാണിത്. ഓവർ ബ്രിഡ്ജ് എന്നല്ല പറയാം, അത് ശരിക്കും പറഞ്ഞാൽ ബൈപ്പാസ് ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം പണ്ടത്തെ ബൈപ്പാസാണ് ഇത്, പണ്ടുള്ള ബൈപ്പാസാണ്. ആ ബൈപ്പാസിൻ്റെ മുകളിൽ കൂടിയാണ് നീളത്തിൽ അങ്ങനെ വലിയൊരു ബ്രിഡ്ജ് പണിത് വെച്ചേക്കുന്നത്. ആ പണി ഒരു 90% കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ ഒരു പണിയുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഈ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരം അത്രയും ഹൈറ്റ്സിൽ മണ്ണിട്ട് ഉയർത്തിയിട്ട് അടുത്ത ബ്രിഡ്ജ് വരെ അതേ ഹൈറ്റ്സിൽ മണ്ണിട്ട് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബ്രിഡ്ജ് വരെ മണ്ണിട്ട് ഉയർത്തുകയാണ്. അതായത് ബൈപ്പാസ് റോഡിലെ രണ്ടാമത്തെ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജും ഭയങ്കര നീളത്തിലുള്ള ഒരു ബ്രിഡ്ജ് തന്നെയാണ്.
ഈ ബ്രിഡ്ജിൻ്റെയും പണി ഒരു 90% കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. കാരണം വെച്ചെങ്കിൽ അതിൻ്റെ മിക്ക ഭാഗങ്ങളിലും പെയിൻ്റ് അടിക്കലും ഒക്കെ കഴിഞ്ഞേക്കണ്. ഈ ബ്രിഡ്ജ് വളരെ നീളത്തിൽ അങ്ങോട്ട് പോവുകയാണ്. അത് ഏകദേശം കോട്ടപ്പുറം പാലം വരെ ഈ ബൈപ്പാസ് റോഡ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ 2-3 ബ്രിഡ്ജുകൾ ഇതേമാതിരി നീളത്തിൽ പണിതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം ഞാൻ ഇതുവരെ കാണിച്ചത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേറ്റുവ ബ്രിഡ്ജ് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ്. ഏകദേശം കോട്ടപ്പുറം വരെയുള്ള വഴികളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 50 കിലോമീറ്റർ, അതായത് ചേറ്റുവ പാലം തൊട്ടിട്ട് കോട്ടപ്പുറം പാലം വരെ ഏകദേശം 50 കിലോമീറ്ററോളം ഉണ്ട്. അതുവരെയുള്ള NH 66-ൻ്റെ വർക്കുകളാണ് ഞങ്ങൾ ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെ കൊടുങ്ങല്ലൂരിലെ ബൈപ്പാസിലെ കുറേ ഏരിയയിൽ പാലം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരു 90% പണി കഴിഞ്ഞേക്കുന്നു. ടാറിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഒന്നും റോഡ് ആദ്യമേ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത്ര വീതിയുള്ള റോഡ് തന്നെയായിരുന്നു ബൈപ്പാസ് റോഡുകൾ. അതൊന്നുകൂടി റീടാർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പെയിൻ്റ് അടിക്കലും അല്ലെച്ചെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റൊക്കെ വെക്കലൊക്കെ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞത്. അതായത് കൊടുങ്ങല്ലൂർ തൊട്ട് കോട്ടപ്പുറം പാലം വരെയുള്ള ഈ റോഡിൻ്റെ പണികൾ അത്ര വലിയ കാര്യമായിട്ടുള്ള പണികളില്ല. ആകെ ഈ ബ്രിഡ്ജിൻ്റെ ഇരുന്ന് വേണ്ട ഒരു മെയിൻ വർക്ക് വന്നുകൊണ്ടിരുന്നത്. ആ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന പണികളുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മഴക്കാലമൊക്കെ അതിൻ്റെ പേരിലായിരിക്കാം പണികളൊന്നും നടക്കുന്നില്ല. അവിടെ ഇവിടേക്ക് 1-2 പേരെ കാണാം. അല്ലാച്ചെങ്കിൽ ഒരു JCB 2 ട്രക്കുകളൊക്കെ എടുക്കുന്ന കാഴ്ചകളെ നമുക്കിപ്പോൾ ഈ റോഡിൽ വന്നാൽ കാണാൻ പറ്റുള്ളൂ.